ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് എന്താണെന്ന് അറിയില്ലേ, ഒരു പെഡൽ ഓപ്പറേറ്റിംഗ് സാനിറ്റൈസർ ഡിസ്പെൻസർ. അതായത് നമ്മൾ കാലം കൊണ്ട് ചവിട്ടുമ്പോൾ സാനിറ്റൈസർ കയ്യിൽ വീഴുന്ന ഒരു മെഷീനായിരിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അതിൻ്റെ ഓട്ടോമാറ്റിക് വേണമെന്നാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ വേണമെന്ന്. അപ്പോൾ നമ്മൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ സാനിറ്റൈസർ നമ്മൾ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറേ എല്ലാ പൈസ എടുക്കാൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കാണ് ഈ സാനിറ്റൈസർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് അതായത്. അപ്പോൾ നമുക്ക് ഇതൊരു സ്ഥലത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവർ ക്യാഷ് തന്നിട്ട് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കൊടുക്കുന്നത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നിങ്ങളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല, നമുക്ക് വേറെ വീഡിയോയിലേക്ക് കേൾക്കാം. അത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലിൻ്റെ ആ അടപ്പ് ഊരിയെടുത്തിട്ട് നമ്മളതിൻ്റെ കൃത്യം നടുവിലായിട്ട് ഒരു ഓളിട്ടെടുക്കണം. കണ്ടോ, സോൾഡറിങ് യൂസ് ചെയ്ത് നല്ലൊരു വലിയൊരു ഓസ് കിടക്കാൻ പാകത്തിനുള്ള ഒരു ഓളിട്ടെടുക്കണം. കൃത്യം അതിൻ്റെ സൈഡായിട്ടും ഒരു ഓളിട്ടെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്ററിബിൾ മോട്ടറാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വയർ കടത്തിവിടാനാണ്. പിന്നെ നമുക്ക് കണ്ടോ അതുപോലെയാണ് ഓളിടേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ എക്സസ് പോർഷനൊക്കെ ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ആ പൈപ്പ് ഇതാണ്ടോ ഇതുപോലത്തെ ഒരു പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൈപ്പിന് നമ്മളുടെ ആ ഓളിലൂടെ കടത്തി വിടണം. ഫസ്റ്റ് ഉണ്ടാക്കിയ ഓളിലൂടെ വേണം കടത്തി വിടാൻ. കണ്ടോ, നമ്മൾ അതുപോലെ കടത്തി വിട്ടു. ഇനി നമുക്ക് വേണ്ടത് ഒരു സപ്ലിമെൻ്ററിബിൾ മോട്ടറാണ്. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ വയർ കണ്ടോ, നമ്മൾ കൃത്യം ആ സൈഡ് തോട്ടയിലൂടെ കടത്തി വിടണം. എന്നിട്ട് നമ്മൾ ആ ഓസ് കണ്ടോ, ഈ മോട്ടറിൽ തന്നെ ഒരു പമ്പിങ് സെക്ഷൻ കാണും. ആ സെക്ഷനിൽ നമ്മൾ ഈ ഒരു ഓസ് കുത്തി വെക്കുക. കണ്ടോ, നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റിൽ കയറ്റി വെക്കണം. ഒട്ടും ലൂസായി പോകാത്തതുപോലെ നല്ല ടൈറ്റിലൊന്ന് കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ വയറിനൊന്ന് ആ പമ്പിൻ്റെ സൈഡിലൂടെ എടുത്തിട്ട് നമ്മൾ ആ ജാറിലേക്ക് ഇറക്കി വെക്കുക. ഇതിനെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു വലിയ ഡപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആ പൈപ്പ് ആവശ്യത്തിന് ഇങ്ങനെ വിളച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനെടുത്ത് ബാക്കി എക്സസ് പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയണം. ആവശ്യത്തിനടുത്ത് ബാക്കി എക്സസ് പോർഷനുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഇനി കണക്ഷൻ സർക്യൂട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിലൊരു പേപ്പർ കിട്ടാവുന്നതാണ്. ആ പേപ്പറിൽ കണ്ടോ എല്ലാ കണക്ഷൻ സർക്യൂട്ടുകളും ഉണ്ട്. നമ്മുടെ കയ്യിൽ അപ്പുറത്ത് കണ്ടോ ആ ഫോട്ടോയിൽ സെൻസറും ഉണ്ട്. പിന്നെ അതാ ഒരു 5-6 ജമ്പർ വയറും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലിപ്പ് ഇടുന്ന വയറാണ്. അപ്പം നമുക്ക് സിമ്പിളാവും പണി. കണ്ടോ, ഇതൊരു ജമ്പർ വയറാണ്. അപ്പം നമ്മൾ അതിൽ കണക്ഷൻ സർക്യൂട്ട് നോക്കി ഇത് കണ്ടോ ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാവും. പിന്നെ വീഡിയോയിൽ വിശദമായിട്ടൊന്നും കാട്ടുന്നില്ല, കാരണം ലെങ്ത് കൂടും. അപ്പം നമ്മൾ കണക്ഷൻ സർക്യൂട്ട് വെച്ച ശേഷം നമ്മളുടെ ഓസിൻ്റെ പൈപ്പ് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. പമ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കണ്ടോ കണക്ഷനൊക്കെ കൊടുത്തു. അതിൽ നോക്കി നമ്മൾ എല്ലാ കണക്ഷനും കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ നമ്മൾ നീലൊരു കണക്ടർ കാണുന്നില്ല. ആ കണക്ടർ ആണില്ലാണ് നമ്മൾ ബാറ്ററി പവർ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസറിൽ ലൈറ്റ് കത്തുന്നത് കാണും. അത് നമുക്ക് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക, അപ്പോൾ കാണാൻ കഴിയും. അവിടെ സെൻസർ രേഖന് പിന്നെ ഓം റെസിസ്റ്റർ പിന്നെ കണക്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷനിൽ കൊടുത്തപ്പോൾ കണക്ഷൻ സർക്യൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടോ ഒരു HW ബാറ്ററിയാണ്. ഇനി
നമുക്ക് അതിനൊക്കെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഒരു തുണ്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്ന് മുറിച്ച് വെക്കാം ആദ്യം. കണ്ടോ, ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കണം. കണ്ടോ, ഇതുപോലെ മുറിച്ച് വെക്കണം. നമ്മൾ ആ മുറിച്ച് വെച്ച പീസിനൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ സെൻസറും റെസിസ്റ്ററും ഒക്കെ കൂടെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. നമ്മൾ ഈ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഗ്ലൂ ഗണ്ണ് വെച്ച് നല്ല ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്താൽ അത്ര പെട്ടെന്ന് ഉണങ്ങില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിൻ്റെ കണ്ടോ, അതിൻ്റെ പേരെനിക്കറിയില്ല, അതും കൂടെ ഒന്ന് ഒട്ടിച്ചേക്കണം. കണ്ടോ, ആ കറുപ്പ് സാധനത്തിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വോൾട്ട് കൊടുത്താലും 12 വോൾട്ട് ആയിക്കോട്ടെ, എത്ര വോൾട്ട് കൊടുത്താലും അതിനെ 5 വോൾട്ടാക്കി തിരിച്ചുവിടുന്ന സാധനമാണത്. പിന്നെ നമ്മൾ ആ വയറിനൊക്കെ കണ്ടോ, ഇതുപോലത്തെ ഒരു ടാഗ് കിട്ടും അതിനൊപ്പം ഷോപ്പ് ചെയ്യുമ്പോൾ. ആ ടാഗ് വെച്ച് നന്നായിട്ടൊന്ന് ഇറുക്കി കെട്ടി വെച്ചിട്ട് അതിൻ്റെ SS പൊസിഷനിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. നമ്മളൊരു പ്ലെയർ യൂസ് ചെയ്ത് SS പൊസിഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ആ വയറൊക്കെ ഒന്ന് ക്ലിപ്പൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഇതിൽ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അടപ്പാണ്. ഈ അടപ്പിൻ്റെ കൃത്യം നടുവിത്തെ കണ്ടോ ഒരു ഓള് അതേപോലെ ഉണ്ടാവും. ആ ഓളിൽ നമ്മളൊന്ന് ഓട്ടയാക്കണം. ഒരു വലിയ കൃത്യം നടുവിലായിട്ട് ഒരു ഓളിയിടണം. ഒരു പൈപ്പ് കിടക്കാൻ പാകത്തിന് വേണം മോളിടാൻ. സെൻസറിന്റെ ഭാഗവും കൂടെ കടത്തി വിടാനായിട്ട് നമ്മൾ ആ സെൻസറിന്റെ നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ആ ബോട്ടലിനെ കണ്ടോ കൃത്യ അളവിലൊന്ന് കീറിയെടുക്കണം. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ആ സെൻസർ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ബാക്കിയൊക്കെ അകത്തേക്ക് നിൽക്കുന്ന പോലെ ഒന്ന് ഓളിടണം. അപ്പം നമ്മൾ ഇത് കണ്ടോ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. കണ്ടോ, ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പീസ് കണ്ടോ അതേപോലെ ആ പൈപ്പിലേക്ക് തലകീടായിട്ട് തിരിച്ച് വേണം ഇടാൻ. കണ്ടോ, തലകീടായിട്ടിട്ട് നമ്മൾ അറ്റം വരെ എത്തിക്കണം. ഇത് നമ്മൾ സെൻസറിന് വേണ്ടി ഓട്ടയാക്കിയ ഭാഗം കൃത്യം സെൻസറിൻ്റെ നടുവിൽ കണ്ടോ ഇതുപോലെ വരുന്ന പോലെ ആക്കി നമ്മൾ ആ സെൻസറിനെ നമ്മൾ ഉള്ളിലേക്ക് ആക്കി ആ അടപ്പ് ഒന്ന് അടച്ച് വെക്കണം. കൊണ്ടോ ആ വയറൊക്കെ ഒന്ന് അകത്തേക്കാക്കിയിട്ട് ഒന്ന് അടയ്ക്കണം. കണ്ടോ ആ വയറൊക്കെ പുറത്തേക്കിട്ട് ആ കണക്ടർ മാത്രം അവിടെ ഒരു ഓളിട്ട് പുറത്തേക്ക് എടുക്കാം. ഞാൻ പിന്നെ പറയാൻ മറന്നു പോയതാണ്. കണ്ടോ ഓളൊന്ന് പുറത്ത് ആ വയറിനെയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി നമ്മളൊന്ന് വെച്ച ശേഷം അതൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. അതിന് മുമ്പ് നമുക്ക് ആ വയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടും ജോയിന്റ് മുട്ടാത്തതുപോലെ അതിനാണ് ഞാൻ അവിടെ ടാപ്പ് ഒട്ടിച്ചത്. മനസ്സിലായോ? കണക്ടർ ബാക്കിലും വന്നു, ഫ്രണ്ടിൽ സെൻസറിൻ്റെ ഓട്ടയും വന്നു, റെഡിയായി. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഫെവിക്കോളും സൂപ്പർ ഗ്ലൂവും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളും സൂപ്പർ ഗ്ലൂവും കലർത്തി യൂസ് ചെയ്യുകയാണ്. കണ്ടോ ഫെവിക്കോൾ തേക്കുന്നുണ്ട് ആദ്യം. കണ്ടോ ഇതുപോലെ ഓരോ ഡ്രോപ്സ് വെച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ, കാരണം എന്തെങ്കിലും ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാവുന്ന ഒരു സാനിറ്റൈസർ ഡിസ്പെൻസറാണ്.
നമുക്ക് ആ പൈപ്പിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാനിൻ്റെ നിപ്പൊന്ന് കയറ്റി കൊടുക്കണം. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മുനപ്പിച്ച് വരാനാണ് സാനിറ്റൈസർ. അപ്പം അതൊന്ന് കയറ്റി വെച്ചിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈറ്റായി ഇരിക്കുന്നോളൂ. വേറെ ഗ്ലൂ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൈപ്പിൽ കണ്ടോ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ഒരേ അളവിൽ നിൽക്കാനാണ്. അതിൻ്റെ വീഡിയോ എടുത്ത് മിസ്സിങ് ആണ്, അതുകൊണ്ടാണ് ഇട്ടില്ല. അപ്പം ഇനി നമ്മുടെ സാനിറ്റൈസറിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെക്കറേഷനാണ്. ഞാൻ ചെയ്തെടുക്കുന്ന ഗിൽട്ടൊക്കെ തേച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് A4 ഷീറ്റ് ഒട്ടിക്കണമെന്ന് വിചാരിച്ചു. ഒട്ടിക്കും. എന്നാണ് നമ്മൾ അതിൻ്റെ ഒപ്പം സാനിറ്റൈസർ കണ്ടോ. ഗിൽട്ടൊക്കെ വെച്ചപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഇതില്ലേ. ഇനി നമുക്കിത് പള്ളിയിൽ കൊണ്ട് വെക്കാം. അവിടെ പള്ളിയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പള്ളിയിലെ വിഷ്വൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ ബോട്ടിലിലേക്ക് നമ്മളൊരു സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ സാനിറ്റൈസർ വലുതാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുത്തു. അടപ്പ് തിരിച്ച് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടപ്പ് മാത്രം വരും. എന്നിട്ട് അതിനൊന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മളത് നേരെ കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് പൈപ്പൊക്കെ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി ഇവിടെ എത്തിയിരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായത്. അപ്പം അതും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെ ആ സ്വിച്ച് കണ്ടോ, അതുപോലെ സ്വിച്ച് പൈപ്പൊക്കെ നേരെ വെച്ച് ആ സ്വിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ സെൻസറിൻ്റെ ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, ഇപ്പോൾ ഓണാക്കും. കണ്ടോ, ലൈറ്റ് കത്താൻ തുടങ്ങി. ഇനി കൈ വെക്കുമ്പോൾ സാനിറ്റൈസർ വരുന്നതാണ്. കണ്ടോ,